ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിക്കാരും ഓല എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും ഒരു കൺസിസ്റ്റൻ്റ്ലി ഓല ഗോൾസിനെ ചേസ് ചെയ്തുകൊണ്ട് കയറും. അതേസമയം നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഇഷ്ടേ ഉണ്ടാവില്ല, അവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഒരു ഡ്രൈവും ഉണ്ടാവില്ല. ഡു യു നോ ദ വൺ തിങ് ദാറ്റ് സെപ്പറേറ്റ്സ് ബോത്ത്? ഡോപ്പമിൻ. ഇഫ് യു ആർ ന്യൂ ഹിയർ, മൈ നെയിം ഇസ് ഇഷാം. ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ ജിമ്മിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയി പോകുന്നത് അതേപോലെ ഇങ്ങനെ വീഡിയോ ഇടുന്നൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട് എങ്ങനെ ബ്രോനെ പോലെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവുമെന്നൊക്കെ. ബട്ട് ദ ട്രൂത്ത് ഈസ് ഐ വാസ് നോട്ട് ഓൾവേസ് ലൈക്ക് ദിസ്. ഞാൻ എന്നെ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഐ ട്രെയിൻഡ് മൈ സെൽഫ് ടു ലവ് ഹാർഡ് വർക്ക് ആൻഡ് ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോയിങ് ടു ടീച്ച് യു ഹൗ ടു ഡു ദ സെയിം. സോ ഫസ്റ്റ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡോപ്പമിൻ വർക്ക്സ്. അപ്പോൾ എല്ലാവരുടെ ഇടയിലും ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന സംഭവമാണ് ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മളൊരു ഫേവറേറ്റ് മൂവിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഫേവറേറ്റ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്ലിസ് ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ടൈമിൽ വരുന്ന സംഭവമാണ് ഈ ഡോപ്പമിൻ എന്നൊക്കെ. ഇറ്റ് ഈസ് ട്രൂ ബട്ട് നോട്ട് എൻറ്റയർലി. ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് റിവാർഡ് കിട്ടുമ്പോൾ മറ്റു ന്യൂറോ കെമിക്കൽസിനോടൊപ്പം ഉൽപ്പാദിപ്പിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഡോപ്പമിൻ അല്ല എൻറ്റയർലി ദ റിവാർഡ് തരുന്നത്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡോപ്പമിൻ ഈസ് മോട്ടിവേഷൻ, ക്രേവിങ്, അതേപോലെ ഡ്രൈവ്. ഡോപ്പമിനാണ് നമുക്ക് മോട്ടിവേഷൻ തരുന്നത് ഒരു സാധനം പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഗോ ഫോർ സംതിങ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ റേസ് വരുന്നുണ്ട്. അപ്പോൾ ആ റേസിന് നിങ്ങൾ എന്തിന് ഇന്ന് മുതൽ ട്രെയിൻ ചെയ്യണം? 6 മാസം കഴിഞ്ഞിട്ടാണ് ആ റേസ് വരുന്നത്. ദെൻ ഹൗ യു ഹാവ് ദ മോട്ടിവേഷൻ റൈറ്റ് നൗ ടു ട്രെയിൻ? ഇറ്റ്സ് ഡോപ്പമിൻ. നിങ്ങൾക്കിപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒരു ട്രിപ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ട്രിപ്പിൻ്റെ മുമ്പ് കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമ്മൾ ഏതൊക്കെ ഡ്രസ്സ് ഇടണം, എന്തൊക്കെ ഫുഡ് കൊണ്ടുവരണം എന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പ്ലാൻ ചെയ്യുമ്പോൾ, അതേപോലെ നമ്മൾ ഉറങ്ങാൻ നിൽക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രീതിയിലൊരു ഇത് കിട്ടില്ലല്ലോ, ഒരു ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ. എന്നാൽ അത് ആ ടൂറ് പോകുമ്പോൾ ചിലപ്പോൾ അത്രയും ഹാപ്പിനെസ് അല്ലെങ്കിൽ അത്രയും ആ ഒരു ഹൈനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ കാരണം ഡോപ്പമിനാണ്. മനസ്സിലാക്കുക, ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവാർഡല്ല. ഒരു സംഭവം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിന് എന്തെങ്കിലും എഫേർട്ട് ഇടണം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുന്ന് വെച്ചു, ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോയി അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. ആ മോട്ടിവേഷൻ തരുന്നത് ഡോപ്പമിനാണ്. 1954 റാറ്റ്സിൽ, അതായത് എലികളിൽ, ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോപ്പമിനും മോട്ടിവേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിരുന്നു. അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റാറ്റ്സിൻ്റെ ഉള്ളിൽ, ബ്രെയിൻ്റെ ഉള്ളിൽ ഒരു ടൈപ്പ് ഇലക്ട്രോഡ്സ് ഇംപ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിനെ ഇവർ ബ്ലോക്ക് ചെയ്തു റിസർച്ചേഴ്സ്. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കാം? അവർക്ക് ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്താലൊന്നും അവർക്ക് അത്ര ഒരു പണ്ട് കിട്ടുന്ന അത്ര ഒരു പ്ലഷർ കിട്ടാത്ത രീതിയിലായിരിക്കും അല്ലേ? നോ, ദ ലോസ്റ്റ് ദ വിൽ ടു ലിവ്. ഫുഡ് മാത്രം എൻജോയബിൾ അല്ലാതിരിക്കുമെന്നല്ല. അവർക്ക് ഫുഡ് വേണ്ട, അവർക്ക് വെള്ളം വേണ്ട, അവർക്ക് സെക്സ് വേണ്ട, അവർക്ക് ഒന്നും വേണ്ട. ദേ ജസ്റ്റ് ലോസ്റ്റ് ദ വിൽ ടു ലിവ്. വിത്തിൻ ഫ്യൂ ഡേയ്സ് അതെല്ലാം ചത്തുപോയി. അതുപോലെ തന്നെ വേറൊരു സ്റ്റഡിയിൽ ഇതായിട്ട് റിലേറ്റ് ആയിട്ട് ഈ റാറ്റ്സിൻ്റെ വായിൽ ഷുഗർ ഡ്രോപ്ലെറ്റ്സ് ഊറ്റിച്ചു കൊടുത്തു. ദേ സ്റ്റിൽ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അവിടെ റിവാർഡിനോ അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിനോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അവർക്ക് സ്റ്റിൽ അത് പ്ലഷറബിൾ ആണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ബട്ട് ദ തിങ് ദാറ്റ് ചേഞ്ച്ഡ് ഈസ് ദ മോട്ടിവേഷൻ ടു ഗെറ്റ് ഇറ്റ്. അവർക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാനോ അവർക്ക് ഫുഡ് കഴിക്കാനോ അവിടെ പോയി അത് എടുത്ത് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമില്ല മോട്ടിവേഷൻ അവിടെ ഇല്ലാതായി. ആ ഒരു ഡ്രൈവ് അവിടെ നിന്ന് ഇല്ലാതായി. ഇത് നമുക്ക് മനസ്സിലാവും. ദിസ് എക്സ്പ്ലെയിൻസ് വൈ ഡോപ്പമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ദ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടു മേക്ക് മോർ ഓഫ് ഇറ്റ് സെൽഫ്. നമ്മുടെ ഓരോ സ്പീഷീസ്, അതായത് ഇപ്പോൾ ആനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും ആരായാലും അവരുടെ ഉള്ളിലൊക്കെ ഈ സംഭവം ഉണ്ട്. നമ്മുടെ ഓരോ സ്പീഷീസിനെയും ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് റിപ്രൊഡക്ഷൻ മാത്രമല്ല. നമ്മളിവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണ്ടേ, നമുക്ക് ഷെൽട്ടർ വേണ്ടേ, നമുക്ക് വാട്ടർ കിട്ടണ്ടേ, നമുക്ക് മെയ്റ്റിനെ കണ്ടുപിടിക്കണ്ടേ, എല്ലാം അതിൽ പെടും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പെർസ്യൂ ചെയ്യുന്നതിന് നമുക്ക് മോട്ടിവേഷൻ വേണ്ടേ. അപ്പോൾ ഈ മോട്ടിവേഷൻ തരുന്നതിലെ മെയിൻ ആളാണ് ഡോപ്പമിൻ. നമുക്കുണ്ടാവുന്ന മോട്ടിവേഷൻ്റെയും ഡ്രൈവിൻ്റെയും ലെവൽ തീരുമാനിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഡോപ്പമിൻ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നോ കമ്പയർഡ് ടു നൗ. ഇപ്പോൾ ഉള്ളതിനെ സംബന്ധിച്ച് കുറച്ച് മുമ്പ് എത്രത്തോളം ഡോപ്പമിൻ ഉണ്ടായിരുന്നോ അതിനനുസരിച്ച് ഇരിക്കും നമ്മളെ മോട്ടിവേഷനും ഡ്രൈവും. കുറച്ച് മുമ്പ് വളരെ കുറവായിരുന്നു, ഇപ്പോൾ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മോട്ടിവേഷൻ നല്ല ഡ്രൈവ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ തീരെ മോട്ടിവേഷൻ ഇല്ല, തീരെ ഡ്രൈവ് ഇല്ല. ഞാൻ ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒന്നും കഴിക്കാതെ വെക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പ്ലേറ്റിൽ നിങ്ങളുടെ മുമ്പ് കുറച്ച് ഈത്തപ്പഴം കൊടുന്നു വന്നു, ഡേറ്റ്സ്. അപ്പോൾ ആ ഡേറ്റ്സ് കഴിക്കുമ്പോൾ അത്യാവശ്യം മധുരമുണ്ട്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വിശന്ന് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ ഐസ്ക്രീം കൊടുന്നു തന്നു. അപ്പോൾ ഐസ്ക്രീം നിങ്ങൾ കഴിച്ചു, ഡേറ്റ്സ് കഴിച്ചതിന് ശേഷം. അപ്പോൾ അത് അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്, അതിനെക്കാട്ടും മധുരമുണ്ട്. എന്നിട്ട് ഐസ്ക്രീം മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഡേറ്റ്സ് കൊടുന്നു തന്നു. എന്നിട്ട് നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുമ്പോൾ അത്ര മധുരമല്ല, അത്ര എൻജോയബിൾ അല്ല ആദ്യത്തെ അത്ര.
ഇതിൽ നമുക്ക് ആ ഒരു കണക്ഷൻസിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. അതായത് ഫസ്റ്റ് നമ്മളെ ഒന്നും കിട്ടാത്ത സമയത്ത് ആ ഒരു ചെറിയ മധുരം പോലെ നമുക്ക് എന്താണ്, അതായത് തീരെ ഡോപ്പമിൻ ഇല്ലാത്ത സമയത്ത് കുറച്ച് ഡോപ്പമിൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ അത് കഴിക്കാനുള്ള, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നീട് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം കുറച്ചും കൂടി വലിയ ഡോപ്പമിൻ കഴിച്ചതിന് ശേഷം പിന്നെ ഇതേ സാധനം വലിയൊരു എൻജോയബിൾ അല്ലാതാവുന്നു. കൂടുതൽ ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഡോപ്പമിനെ കുറിച്ച് ചിന്തിക്കുകയല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ. ഞാൻ എൻ്റെ ഡോപ്പമിൻ ഡീടോക്സ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡോപ്പമിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലെമൺ പോലെയാണ്. അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്രത്തോളം ഒരു ലെമൺ നമുക്ക് ജ്യൂസ് സ്ക്വീസ് ചെയ്യാൻ പറ്റും, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ബോഡിയിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഡോപ്പമിൻ്റെ സൈക്കിൾ ഇപ്പോൾ ഓരോ വട്ടം ഇങ്ങനെ റീസെറ്റായി ഫില്ലായി വരുന്നുണ്ടാവും. പക്ഷേ എന്താ പറയുക, നമ്മളെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡോപ്പമിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതെപ്പോഴാണ് മെയിനായിട്ട് റിലീസ് ചെയ്യുക, നമ്മളൊരു റിവാർഡ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ റിവാർഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു ഗോളിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ, ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ട് ഡോപ്പമിൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഹെവി ഡോപ്പമിൻ ഹിറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ, അതായത് പോണ് അല്ലെങ്കിൽ എക്സ്ട്രീംലി പ്രോസസ്ഡ് ഫുഡ്, ഷുഗറി സാധനങ്ങൾ അല്ലെങ്കിൽ സ്ക്രോളിങ്, ഭയങ്കര രീതിയിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ സൂപ്പർ നോർമൽ സ്റ്റിമുലിയാണ്. അതായത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമിൻ ഉണ്ട്. നമുക്ക് സൺലൈറ്റിൽ നിന്നും നമ്മളോട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോഴും, അതായത് നമ്മൾ വെച്ച ഗോള് ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഡോപ്പമിൻ ഉണ്ട്. പക്ഷെ അതിനൊന്നും ഇത്ര ഹ്യൂജ് സ്പൈക്ക് വരില്ല. ഇത് നമ്മളെ റിവാർഡ് സിസ്റ്റം, നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സൂപ്പർ നോർമൽ സ്റ്റിമുലി, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് എൻജിനീയർ ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ നോർമൽ സ്റ്റിമുലീസ് ചെയ്യുമ്പോഴാണ് അത്രയും വലിയ ഹെവി ഡോപ്പമിൻ ഹിറ്റുകൾ കിട്ടുക. പക്ഷെ അങ്ങനെയുള്ള ആക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് നോർമലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ബേസ് ലൈനിൽ നിന്ന് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഡോപ്പമിൻ നല്ല രീതിയിൽ സ്പൈക്ക് ആവും, അതേപോലെ തന്നെ ക്രാഷ് ആവും ചെയ്യും. ക്രാഷ് ആവുമ്പോൾ നമ്മൾ പഴയ രീതിക്കല്ല നമ്മളെത്തുക, അതിൻ്റെ അടിയിലേക്കാണ് പോവുക. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോപ്പമിൻ ഹെവി ആയിട്ട് കിട്ടുന്ന ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര രീതിയിൽ ഹൈറ്റൻ സ്റ്റേറ്റൊക്കെ ആവുന്നു, നമ്മൾ ഹൈ ആവുന്നു പറയില്ലേ ഡ്രഗ്സ് ഒക്കെ എടുക്കുമ്പോൾ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ മൂഡിലേക്ക് എത്തുന്നതിൻ്റെ പകരം അതിനേക്കാൾ ഒന്നുകൂടി ഡിപ്രസിങ് ആയിട്ടുള്ള മൂഡിലേക്കാണ് പോവുക. ഞാനത് നിങ്ങൾക്ക് ഒരു ഗ്രാഫിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഈ സംഭവം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും അടിയിലുള്ളത് ഡിപ്രസിങ് ആയിട്ടുള്ള സ്റ്റേജ്. ഓക്കെ, നടുവിലുള്ള ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്, അതാണ് നോർമൽ മൂഡ്. നമ്മൾ പ്രത്യേകിച്ച് ഹൈ ഇൻ്റലിജിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റി ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള സ്റ്റേറ്റും അല്ല, നമ്മളൊരു നോർമൽ രീതിയിൽ നിൽക്കുന്ന മൂഡ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ആ ഒരു നോർമൽ ഫീലിങ്ങിൻ്റെ ഒപ്പമാണ് നമ്മളെ ബേസ് ലൈൻ നിൽക്കുന്നത്, ഡോപ്പമിൻ്റെ ബേസ് ലൈൻ ഫസ്റ്റ്. പിന്നീട് നമ്മളൊരു സൂപ്പർ നോർമൽ സ്റ്റിമുലി ഉള്ള ഏതെങ്കിലും ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിൻ ഒന്നായിട്ട് മുകളിലേക്ക് പോവുക. എന്നിട്ട് പിന്നീട് ആ ഡോപ്പമിൻ ക്രാഷ് ആവുമ്പോൾ നമ്മളെ പഴയ ബേസ് ലൈൻ്റെ ഒപ്പമല്ല, അതിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു ബാഡ് ഫീലിംഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ ആക്ടിൽ ഇൻഡൽജ് ചെയ്യുമ്പോൾ ഡോപ്പമിന് വീണ്ടും സ്പൈക്ക് ആവും, പക്ഷേ അതിന് മുമ്പായ അത്ര സ്പൈക്ക് ആവില്ല. എന്നിട്ട് പിന്നെ അടിയിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മളെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ബേസ് ലൈനെങ്കാട്ടും അടിയിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ ആ ഒരു ബാഡ് ഫീലിംഗ് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ആക്ടിൽ ഇൻഡൽജ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഡോപ്പമിന് ഇൻക്രീസ് ആവുന്നു, പക്ഷേ അതിന് മുമ്പ് ഇൻക്രീസ് ആയ അത്ര ഇൻക്രീസ് ആവണില്ല, പക്ഷേ അടിയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അടിയിലേക്ക് പോകുന്നു. ഇതിങ്ങനെ റിപ്പീറ്റായി പോകുന്നതിലൂടെ ഒരു ഡിപ്രസ്ഡ് രീതിയിലുള്ള ലൈഫിലേക്ക് പോകുന്നു. അതായത് ഡോപ്പമിൻ ജസ്റ്റ് നോർമലായി ഫീൽ ചെയ്യാൻ പോലും നമ്മൾ ഹൈ ഇൻ്റലിജിങ് ആയിട്ടുള്ള ഹെവി ഡോപ്പമിൻ ഹിറ്റുള്ള ആക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കൊക്കൈൻ അഡിക്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മൾ ഒരേ സംഭവം വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് കിട്ടിയ അത്ര എക്സൈറ്റ്മെൻറ്റും അത്ര ഒരു ഗുഡ് ഫീലിങ്ങും പിന്നെ കിട്ടൂല. ഓരോ വട്ടം ചെയ്യുന്നവരും കുറഞ്ഞു വരും. ആ മെയിനായിട്ട് അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരേ സിനിമ ഞങ്ങൾ വീണ്ടും വാച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഓരോ പ്രാവശ്യം ആ ഡോപ്പമിൻ്റെ അതിങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ എത്രത്തോളം ഡോപ്പമിനെ സ്പൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ നമ്മളെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കോമൺ എക്സാമ്പിൾസ് കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ ചോക്ലേറ്റ്സ് ഏകദേശം 150% ഡോപ്പമിൻ സ്പൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് പോവുകയും ചെയ്യും. 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാട്ടും 1.5 ടൈംസ്. അതുപോലെ കൊക്കൈൻ ആണെന്നുണ്ടെങ്കിൽ 250% പറഞ്ഞാൽ 2.5 ടൈംസ്. അതുപോലെ സെക്സ് ആണെന്നുണ്ടെങ്കിൽ 200%. ഇനി അതേപോലെ തന്നെ നിക്കോട്ടിൻ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി സ്മോക്കിങ് 250%. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഡോപ്പമിൻ അത്രയും പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിയിക്ക് ബേസ് ലൈൻ്റെ അടിയിക്ക് പോകും. എന്നാൽ നമ്മളെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഐസ് ബാത്ത് അല്ലെങ്കിൽ കോൾഡ് പ്ലഞ്ച് അല്ലെങ്കിൽ കോൾഡ് ഷവർ, ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയലുണ്ട്. ഈ ഐസ് ബാത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250% 250%ഓളം ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ സ്പൈക്ക് ചെയ്യും എന്നുള്ളത് മാത്രമല്ല,
അത് മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സൂപ്പർ നോർമൽ സ്റ്റിമുലിയിൽ നിന്ന് കിട്ടുന്ന സ്പൈക്കിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടേക്കാൻ വരിക. അതായത് കുറച്ച് ടൈം എടുത്താണ്ട് സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ട് എങ്ങനെ ഇൻക്രീസ് ആവും, പതുക്കെ ഇൻക്രീസ് ആവും. അതുപോലെ മറ്റ് സാധനങ്ങൾക്കുള്ള അതേപോലെ തന്നെയുള്ള ഹ്യൂജ് ക്രാഷ് ഇതിനുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. പക്ഷേ അവിടെ ഒരു ക്യാവിയേറ്റ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം ഐസ് ബാത്ത് കോൾഡ് പ്ലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിന് അഡാപ്റ്റ് ആവും. നമുക്കത് ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായി ഒരു നോവൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ആ രീതിയിലുള്ള ഡോപ്പമിൻ സ്പൈക്ക് കാര്യങ്ങൾ അതിന് കിട്ടുള്ളൂ. ആ രീതിയിലുള്ള മൂഡിനുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മളെ ബോഡി അതിന് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു വിഷയമില്ലാതായി കഴിഞ്ഞാൽ ആ രീതിയിൽ 250% ഡോപ്പമിൻ സ്പൈക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരേ സംഭവം തന്നെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം ഹിറ്റ് നമുക്ക് കിട്ടില്ല ഡോപ്പമിൻ്റെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്റ്റുകൾക്കൊക്കെ ഓരോ പ്രാവശ്യവും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ പ്രാവശ്യമല്ല ഓരോ ടൈം പീരീഡ് കഴിയുമ്പോൾ അവർക്ക് ഡോസ് കൂട്ടി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മളെ നോർമൽ ആക്ടിവിറ്റീസ് നമുക്ക് പ്ലഷറബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹുക്ക്ഡ് ആക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ അഡിക്റ്റഡ് ആക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഓരൊക്കെ ഒരു പ്രത്യേകത ആയിരിക്കും. ഇൻ്റർമിറ്റൻറ്റ് റിവാർഡിങ് ആയിരിക്കും. എപ്പോഴും റിവാർഡ് കിട്ടുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് അങ്ങനെ ഹുക്കാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആവില്ല. കുറേ വീഡിയോസ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും, അത് നമുക്ക് വലിയ എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് കാണും, അവിടെ ഡോപ്പമിൻ അല്ലേ, അവിടെ നമുക്ക് റിവാർഡ് കിട്ടി. പിന്നെ നമുക്ക് ആ ഒരു റിവാർഡ് കിട്ടിയതിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ നേരത്തെ എന്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു, ആ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മോട്ടിവേഷൻ കിട്ടുകയാണ്. അതൊന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കസീനോ, ഗ്യാംബ്ലിങ്ങിൽ നമ്മൾ ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ആ റിവാർഡ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താവും അതിലേക്ക് അഡിക്റ്റ് ആവുന്നത്, നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, നമുക്ക് ആ മോട്ടിവേഷൻ കിട്ടുന്നത്. ഇനഫ് ഓഫ് ദ സയൻസ്, ലെറ്റ്സ് ഗോ ടു ദ ആക്ഷൻ പ്ലാൻ. നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ ആക്ച്വൽ ഗോൾ എന്താ? To make our body love hard work, to make our body to give reward during hard work. എന്നാലേ നമുക്ക് ആ ഒരു സംഭവം ചെയ്യാനുള്ള മോട്ടിവേഷൻ, ആ ഒരു ഡ്രൈവ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ റീഡിങ് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ സ്റ്റഡിങ് അല്ലെങ്കിൽ റൈറ്റിങ് അല്ലെങ്കിൽ കോഡിങ് എന്തും ആയിക്കോട്ടെ, ഈ സംഭവം ഹാർഡാണെന്നുണ്ടെങ്കിൽ ആ ഹാർഡ് വർക്കിൽ നിന്ന് തന്നെ റിവാർഡ് കിട്ടുമ്പോൾ, അതിന് തന്നെ ഡോപ്പമിൻ കിട്ടുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും, ആ ഡ്രൈവ് നമുക്ക് ഉണ്ടാവും. ഇതാണ് ഹൈ അച്ചീവേഴ്സിൻ്റെ ഒക്കെ മെയിൻ സീക്രറ്റ് എന്ന് പറയുന്നത്. അതായത് ഡേവിഡ് ഗോഗിൻസ് ഒക്കെ എത്രയായാലും ഭയങ്കര ഹാർഡ് ടാസ്കുകൾ ചെയ്യുന്നത്, അങ്ങനെ പല ആൾക്കാരും എത്രയായാലും ഗിവപ്പ് ചെയ്യാതെ വീണ്ടും ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കണ കണ്ടിട്ടില്ലേ പല ആൾക്കാരും. അപ്പോൾ ഓരോ മെയിൻ സീക്രറ്റ് എന്ന് പറയുന്നത് അവർക്ക് ആ എഫേർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ റിവാർഡിൻ്റെ മേത്ത് മാത്രമാണ് കംപ്ലീറ്റ്ലി റിലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് എനിക്ക് ഐഫോൺ വാങ്ങിത്തരും. അപ്പോൾ ഐഫോണിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 1 മന്ത് എക്സ്ട്രാ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ബോണസ് കിട്ടും, സാലറിൻ്റെ ഒപ്പം ഒരു ബോണസ് കിട്ടുമെന്ന് എംപ്ലോയർ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇതുപോലെ കുറേ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ റിവാർഡ് സിസ്റ്റം ഉണ്ടല്ലോ, നമുക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കണം, അത് പലതും ആ ഹാർഡ് വർക്കിൻ്റെ ടൈമിൽ എൻഗേജ് ആവില്ല. അങ്ങനെ എൻഗേജ് ആയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ആ ഹാർഡ് വർക്ക് കൂടുതൽ ഹാർഡായി തോന്നും. നമുക്ക് ആ റിവാർഡ് എത്തിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ, അപ്പോൾ എല്ലാം ആക്റ്റീവ് ആവണുള്ളൂ ആ റിവാർഡിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ദ മെയിൻ കോർ ട്രൂത്ത് ഓഫ് ദ വീഡിയോ ഈസ് വി ഷുഡ് സേ ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്. നമ്മൾ ആ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ആ വർക്കിനെ കുറിച്ച് എപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിലും നെവർ എവർ സേ ദാറ്റ് യു ഹേറ്റ് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ഡു ഇറ്റ്. ആ സംഭവങ്ങൾ പറയരുത്. എന്ത് ചാൻസ് കിട്ടുകയാണെങ്കിലും ആരോട് സംസാരിക്കുകയാണെങ്കിലും പറയണം എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ രീതിയിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ട് എന്ത്, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് ജിമ്മിക്ക് പോകുന്ന ആളാണെന്ന് ഞാൻ തന്നെ പറയലുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ്, എനിക്ക് വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു പണിയുള്ള സംഭവമല്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പലപ്പോഴും പറയലുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ റീഎൻഫോഴ്സിങ് ആണ്. നമ്മളോട് തന്നെ എന്ത് ചെയ്യുക, പറയുക ഇത് എനിക്കിഷ്ടമാണ്, ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്, ഐ ആം ഗോണ ഡു ഇറ്റ്. വേറെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഒരിക്കലും അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയരുത്. പകരം ഇത് എനിക്കിഷ്ടമാണ്, അതിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് പോകും, അത് എനിക്ക് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയാം. ട്രെയിൻ യുവർ ബോഡി ടു ഇവോക്ക് ഡോപ്പമിൻ ഫ്രം ദ എഫേർട്ട് ഇറ്റ് സെൽഫ്. നമ്മൾ ചെയ്യുന്ന മെയിൻ ടാസ്കിൻ്റെ മുമ്പോ ചെയ്യുന്ന മെയിൻ ടാസ്കിൻ്റെ ശേഷമോ ഞാൻ പറഞ്ഞ നേരത്തെ പോലെ സൂപ്പർ നോർമൽ സ്റ്റിമുലിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെവി ഡോപ്പമിൻ കിട്ടുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഡോപ്പമിൻ സ്റ്റാക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോഫി കുടിച്ചു, ലൗഡ് മ്യൂസിക്, അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേറെ ഡോപ്പമിൻ കിട്ടുന്ന ഹൈ ഷുഗർ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, അതിൻ്റെ ഒപ്പം നമ്മൾ
പോണോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് ഡോപ്പമീൻ തരുന്ന സംഭവങ്ങൾ ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ളി സ്ക്വീസ് ചെയ്യണ മാതിരിയാണ്, നമ്മളെ പറ്റ അടിക്ക് പോകും. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ മെയിനായിട്ട് എഫേർട്ട് എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ ഇരിക്കുന്നതിന് മുമ്പോ ശേഷമോ ചെയ്യണതിൻ്റെ പകരം അത് രണ്ടും ഒഴിവാക്കിയിട്ട് ഈ ടാസ്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആ രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഡോപ്പമിൻ കിട്ടും. നമ്മളിത് ഇഷ്ടപ്പെടുന്നു, ഇത് നമുക്ക് ആക്ച്വലി ഇഷ്ടമായിട്ടുള്ള, നമ്മൾ ലവ് ചെയ്യുന്ന, നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വർക്കാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ പലപ്പോഴും നമുക്ക് ഹാർഡ്ഷിപ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എന്ത് ഒരു സംഭവം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു സംഭവം ഹാർഡാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല ഈ സംഭവം ചെയ്യണ എല്ലാവർക്കും ഹാർഡ് തന്നെ കയറും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ അത്രയും കുറയും. കാരണം അത്രയും ബുദ്ധിമുട്ടാകുമ്പോൾ ഇവരൊക്കെ പല ആൾക്കാരും നിർത്തിപ്പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദ ഹാർഡർ ഇറ്റ് ഈസ് ദ ബെറ്റർ ദ സ്റ്റോറി, അലക്സ് ഹോർമോസി പറയലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊരു ഓട്ടോബയോഗ്രഫി വായിക്കുകയാണ്, അതിലുള്ള ആളെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അയാൾ ജനിച്ചു, അയാൾ സ്കൂളിലേക്ക് പോയി, അയാൾക്കൊരു ജോബ് കിട്ടി, പിന്നെ അയാൾ മാരി ചെയ്തു, പിന്നെ അയാൾക്ക് കിഡ്സായി, പിന്നെ അയാൾ റിട്ടയർ ചെയ്തു, പിന്നെ അയാൾ ഡെഡായി. ഇത്ര ഉള്ളൂ ആ ഒരു സ്റ്റോറി എന്നുണ്ടെങ്കിൽ വിൽ ദാറ്റ് ഓട്ടോബയോഗ്രഫി ബി ഇൻട്രസ്റ്റിംഗ്? നോ. സോ ഗുഡ്. ഇപ്പം നടക്കുന്ന ഹാർഡ്ഷിപ്പും ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആർ ദ തിങ്സ് ദാറ്റ് ആർ ഗോയിങ് ടു മേക്ക് യുവർ സ്റ്റോറി മോർ ഇൻട്രസ്റ്റിംഗ്. സോ ദ ബെറ്റർ ദ ഹാർഡ് വർക്ക്, ദ മോർ ദ ഹാർഡ്ഷിപ്പ്, the better the story. So I hope this video is helpful for you guys. See you in the next video.